കണ്ണാടി പോലെ രാമുവും ശ്യാമുവും ഇരട്ടകളാണ്. അന്ന് പള്ളിക്കൂടത്തിൽ നിന്ന് വരുമ്പോൾ രണ്ടുപേർക്കും പരിഭവം. ഞങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നില്ല. മുഖം കനപ്പിച്ചിരുന്ന രണ്ടുപേർക്ക് അമ്മയോട് പറയാൻ പരാതി. ഞങ്ങളെ ആരും കളിക്കാൻ ചേർക്കുന്നില്ല. രാമു പറഞ്ഞു. ഞങ്ങളോട് ആരും മിണ്ടുന്നില്ല, കൂട്ടുകൂടുന്നില്ല, ചിരിക്കുകയും വർത്തമാനം പറയുകയും ഒന്നും ചെയ്യുന്നില്ല. ശ്യാമു പറഞ്ഞു. ഇല്ല, ഞങ്ങൾ ഇനി പള്ളിക്കൂടത്തിലേക്കില്ല. ഗൗരവത്തിൽ മുഖം വീർപ്പിച്ചുകൊണ്ട് രണ്ടുപേരും പറഞ്ഞു. അമ്മ അവർക്ക് ചായയും ചൂടുള്ള ഉഴുന്നുവടയും ചമ്മന്തിയും ഒക്കെ വിളമ്പി വെച്ചു. അതെന്താ അങ്ങനെ? അമ്മ ചോദിച്ചു. ആവോ, രണ്ടുപേരും കൈമലർത്തി. ആട്ടെ, നിങ്ങൾ മറ്റു കുട്ടികളോട് എങ്ങനെയാ പെരുമാറുന്നത്? ചിരിയും വർത്തമാനം ഒക്കെ ഉണ്ടോ? അമ്മ തിരക്കി. കുട്ടികൾ മിണ്ടാതെയിരുന്നു. അപ്പോ എൻ്റെ മക്കള് ഇങ്ങനെ മുഖം വീർപ്പിച്ചു തന്നെയാണ് പള്ളിക്കൂടത്തിൽ അല്ലേ? അമ്മ അവരെ സൂക്ഷിച്ചു നോക്കി. അതെ അമ്മേ, ഒറ്റ എണ്ണത്തിനെയും കണ്ടാൽ മിണ്ടാൻ തോന്നില്ല. എല്ലാവർക്കും വലിയ ജാടയാ. രാമു പറഞ്ഞു. ജാടയോ? ആ, വലിയ പത്രാസ്. ശ്യാമു പറഞ്ഞു. എൻ്റെ മക്കളെ, ഇങ്ങനെ തന്നെയായിരിക്കും മറ്റു കുട്ടികൾക്ക് നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം. നിങ്ങൾ എളുപ്പം ചായ കഴിച്ചിട്ട് വാ. അമ്മ മക്കൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ചായയൊക്കെ കഴിച്ച് തൊട്ടടുത്ത് വന്നു നിന്ന മക്കളെ അമ്മ കണ്ണാടി കാണിച്ചു കൊടുത്തു. ഇത് കണ്ണാടി. രാമുവും ശ്യാമുവും അതിൽ നോക്കി ഒന്ന് ചിരിച്ചേ, അമ്മ പറഞ്ഞു. രണ്ടുപേരും കണ്ണാടിയിൽ നോക്കി ചിരിച്ചു. അത് അവർ കണ്ണാടിയിൽ കാണുകയും ചെയ്തു. ഇനി രണ്ടുപേരും കണ്ണാടിയിൽ നോക്കി മറ്റെന്തെങ്കിലും കാണിച്ചേ. കുട്ടികൾ കണ്ണാടിയിൽ നോക്കി പല ഗോഷ്ഠികളും കാണിച്ചു. അവർ അത് കണ്ണാടിയിൽ കണ്ടു. അപ്പോൾ അമ്മ പറഞ്ഞു. മക്കളെ, ഈ ലോകം ഒരു കണ്ണാടി പോലെയാണ്. കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിച്ചാൽ അതിലെ പ്രതിബിംബവും നമ്മെ നോക്കി ചിരിക്കും. ഗോഷ്ഠി കാണിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യാതാൽ അതാകും കണ്ണാടിയിലെ പ്രതിബിംബം. നമ്മൾ ലോകത്തിന് നൽകുന്നത് മാത്രം നമുക്ക് തിരികെ കിട്ടുന്നു. കുട്ടികൾക്ക് അമ്മ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായി. അത് അവരുടെ ജീവിതത്തിൽ സാരമായ മാറ്റം വരുത്തി. പിന്നീട് അവർക്ക് ധാരാളം സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും ഉണ്ടായി.